രക്തമില്ലാത്ത മനുഷ്യർ അധ്യായം 29. വായിലിരുന്ന ചുറ്റികക്കിടയിലൂടെ അല്പം ശബ്ദമേ ഡോക്ടർ ശിവപ്രസാദിന്റെ വായിൽ നിന്നും പുറത്തു വന്നുള്ളൂ. അടിയേറ്റ് തകർന്ന ഇടത് കൈ വിരലുകൾ അയാൾ ശക്തിയെ കുടഞ്ഞുകൊണ്ടിരുന്നു. തകർന്ന മാംസവും എല്ലുകളും തൂങ്ങിക്കിടന്നു. എവിടെടാ പട്ടി എന്റെ മോള്? നിങ്ങളവളെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ബാലചന്ദ്രൻ ചോദിച്ചു. ജീവൻ പോകുന്നത് പോലെയുള്ള വേദനയായിരുന്നു ഡോക്ടർ ശിവപ്രസാദിന്. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ കൈകളും കാലുകളും തലയും ഞാൻ തല്ലിച്ചതയ്ക്കും, ഇഞ്ച ചതയ്ക്കുന്നത് പോലെ. ഡോക്ടർ ബാലചന്ദ്രൻ ചുറ്റിക അയാളുടെ വായിലേക്ക് അമർത്തിപ്പിടിച്ചു. മോണ മുറിയും പോലെ അയാൾക്ക് വേദനിച്ചു. എനിക്കറിയില്ല. ചുറ്റികയ്ക്കുള്ളിലൂടെ ശബ്ദം പുറത്തു വന്നു. നിനക്കറിയാം, ഡോക്ടർ ബാലചന്ദ്രൻ പറഞ്ഞു. ഡോക്ടർ ശിവപ്രസാദ് ഭിത്തിയിൽ പിടിച്ചപ്പോൾ അവിടെ നിന്നും ചോരയൊഴുകി. ആ കയ്യിൽ ബാലചന്ദ്രൻ ഒരു തട്ടുകൊടുത്തു. വേദനയോടെ അയാൾ നിലവിളിച്ചു. നീയും കൂടിയല്ലേ എന്റെ മോളെ തട്ടിയെടുത്തത്? അല്ല, എനിക്കറിയില്ല അവൾ എവിടെയാണെന്ന്. പഞ്ചമിയെയും നിങ്ങൾ തട്ടിയെടുത്തെന്നല്ലേ ഫോണിലൂടെ പറഞ്ഞത്? അത് കേട്ടപ്പോൾ ഡോക്ടർ ശിവപ്രസാദിന്റെ ഭാവം മാറി. ഇല്ല, എനിക്കറിയില്ല. എടാ ഭ്രാന്തൻ ഡോക്ടറെ, ഞാനും നിന്റെ വിദ്യകൾ പഠിച്ചിട്ടുള്ളവനാ. രോഗമുള്ളവനെയും രോഗമില്ലാത്തവനെയും കണ്ടാൽ എനിക്കും അറിയാം, ചികിത്സിക്കാനും അറിയാം. ഡോക്ടർ ബാലചന്ദ്രൻ അയാളുടെ വായിൽ നിന്നും ചുറ്റിക വലിച്ചെടുത്ത് തലയ്ക്കൊരടി കൊടുത്തു. ഒരു സൂര്യൻ ശിരസിനുള്ളിൽ വീണ് പൊട്ടിത്തെറിച്ചതുപോലെ ഡോക്ടർ ശിവപ്രസാദിന് തോന്നി. തലയ്ക്കൊരു മരവിപ്പ്. നിലവിളിച്ച അയാളുടെ വായിലേക്ക് വീണ്ടും ചുറ്റിക തള്ളി. സ്വന്തം ചോരയുടെ രുചി അയാൾക്ക് അനുഭവപ്പെട്ടു. കള്ള കഴിവേറി മോനെ, നീ ഇപ്പോൾ DYSP ശേഖറുമായിട്ടല്ലേ സംസാരിച്ചു കൊണ്ടിരുന്നത്? അവനേത് ടെലിഫോണിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയാം. നീ അറിയാതെ അതൊന്നും സംഭവിക്കില്ല. നിന്നേക്കാൾ വലിയ ക്രിമിനലല്ലേ ശേഖർ? എന്റെ മകൾ എവിടെയാണെന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ നിന്നെ ഞാനിപ്പോൾ കൊല്ലും. ഇപ്പോൾ ഞാൻ ചെയ്ത മാതിരി ഒരടി കൂടി തന്നാൽ ഈ ശിരസ് വെള്ളരിക്ക പോലെ പൊട്ടിപ്പോകും. ഡോക്ടർ ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ ശിവപ്രസാദിന് തല കറങ്ങി. അയാളുടെ ശിരസിൽ നിന്നും ചോര ഒഴുകുന്നുണ്ടായിരുന്നു. മുറിയുടെ മൂലയിൽ ബെഡിൽ നിന്ന് ചെരിഞ്ഞ് ഒടിഞ്ഞു മടങ്ങിയ രീതിയിലാണ് ശിവപ്രസാദ് കിടന്നത്. കുറച്ചുനേരം കൂടി ആ നില തുടർന്നാൽ തന്റെ നട്ടെല്ല് ഒടിഞ്ഞു പോകുമെന്നും ശിവപ്രസാദ് ഭയന്നു. ഡോക്ടർ ബാലചന്ദ്രൻ ഫോണെടുത്ത് ഡോക്ടർ ശിവപ്രസാദിന്റെ മുന്നിലേക്ക് വെച്ചു. വിളിക്ക്, ശേഖറിനെ വിളിച്ച് എന്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ പറ. ഡോക്ടർ ശിവപ്രസാദ് താമസിക്കുന്നത് കണ്ട് ഡോക്ടർ ബാലചന്ദ്രൻ അയാളുടെ കവളിൽ ഒരു ഇടി കൊടുത്തു. കവളിലെ മാംസം ചുറ്റികക്കിടയിലൂടെ പല്ലിൽ കോർത്തു. ഡോക്ടർ ശിവപ്രസാദ് കണ്ണു മിഴിച്ചുപോയി. അതിൽ നിന്ന് ചോരയൊഴുകി. എന്റെ കുട്ടിയെ തരാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല. അതിനു വേണ്ടി എത്ര പേരെ കൊല്ലാനും എനിക്ക് മടിയില്ല. എന്റെയും ആശാദേവിയുടെയും കഥ നിനക്കറിയില്ല. ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി അത്രയേറെ ത്യാഗങ്ങൾ ഞങ്ങൾ സഹിച്ചിട്ടുണ്ടടാ. ഒരു വലിയ സാഹസ പ്രണയത്തിൽ വിരിഞ്ഞ പൂവാണവൾ. ആ ഗീതുമോളുടെ ഒരു തൂവലെങ്കിലും കരിഞ്ഞാൽ ഒരു പട്ടിയുടെ മോനെയും ഞാൻ ജീവനോടെ അവശേഷിപ്പിക്കില്ലടാ. വിളിക്കടാ ശേഖറിനെ. ഒരടി കൂടി ഡോക്ടർ ബാലചന്ദ്രൻ ഡോക്ടർ ശിവപ്രസാദിന്റെ കവിളിൽ കൊടുത്തു. ഞാൻ വിളിക്കാം, എന്നെ കൊല്ലല്ലേ. ഡോക്ടർ ശിവപ്രസാദ് വിറച്ച് വിറച്ച് ഫോൺ ഡയൽ കറക്കി. ആ നമ്പർ നോക്കി ബാലചന്ദ്രൻ ചുറ്റിക്കയിലെ ചോര കൊണ്ട് ഭിത്തിയിൽ എഴുതിയിട്ടു. ഫോൺ ചെവിയോടടുപ്പിച്ച് കാതോർത്തു. അപ്പോൾ അയാളുടെ വായിൽ നിന്നും ചോരയൊഴുകി റിസീവറിന്റെ മൗത്ത് പീസിൽ വീണു. മാറ്റിപ്പിടിക്ക്, അത് മുറുക്കാൻ കോളാമ്പിയല്ല. മണിയടി തീർന്ന് ആരോ മറുവശത്ത് റിസീവർ എടുത്തെന്ന് അറിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ ഡോക്ടർ ശിവപ്രസാദിന്റെ വായിൽ നിന്ന് ചുറ്റികയെടുത്തു. ആ ലോഹം മുഴുവൻ ചോരയായിരുന്നു. ഹലോ, ആരാണ്? ശേഖറിന്റെ ശബ്ദം കേട്ടു. ഞാനാണ് ഡോക്ടർ ശിവപ്രസാദ്. വായിൽ ചോരയും ഉമിനീരും നിറഞ്ഞിരുന്നതിനാൽ ശബ്ദം വ്യക്തമായില്ല. എന്തുപറ്റി? ശബ്ദം വല്ലാതിരിക്കുന്നു. ആ ചോദ്യം വന്നയുടനെ ഡോക്ടർ ബാലചന്ദ്രൻ ശിവപ്രസാദിന്റെ തകർന്ന വിരലുകളിൽ ചുറ്റിക കൊണ്ട് ഓങ്ങിയൊരടി കൊടുത്തു. ഒരെല്ലിൻ കഷ്ണം പുറത്തേക്ക് തെറിച്ചു നീണ്ടു. ബോധം മറയുന്ന തരത്തിലൊരു നിലവിളിയോടെ ഡോക്ടർ ശിവപ്രസാദ് റിസീവർ താഴെയിട്ടു. ആ റിസീവർ ഡോക്ടർ ബാലചന്ദ്രൻ എടുത്തപ്പോൾ DYSP ശേഖറിന്റെ ശബ്ദം കേട്ടു. എന്താ ഡോക്ടർ, എന്തു പറ്റി? പട്ടി കഴിവേറുടെ മോനെ, ഇത് ഞാനാ, ഡോക്ടർ ബാലചന്ദ്രൻ. ഈ ഭ്രാന്തൻ ഡോക്ടറെ ഞാൻ വെട്ടിമുറിക്കാൻ പോകുകയാണ്. നിനക്ക് വേണോ ഇവന്റെ ശവം? ഡോക്ടർ ശിവപ്രസാദിന്റെ നിലവിളി അപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദം വാതിൽ കടന്ന് പുറത്തു പോകുകയില്ലെന്ന് ഡോക്ടർ ബാലചന്ദ്രന് ഉറപ്പുണ്ടായിരുന്നു. ആ രീതിയിലാണ് ഡോക്ടർ ശിവപ്രസാദ് മുറി നിർമ്മിച്ചിരിക്കുന്നത്. ഡോക്ടർ ബാലചന്ദ്രൻ? പരിഭ്രാന്തനായതുപോലെ ശേഖറിന്റെ ശബ്ദം. അതെ, ഡോക്ടർ ബാലചന്ദ്രൻ. SP സ്ത്രീയാണെന്ന് കരുതി
എന്ത് തന്തയിലേകയും കാണിക്കാമെന്ന് കരുതിയോടാ ശേഖർ? അവൾക്ക് ആണത്തമുള്ള ഒരു ഭർത്താവുണ്ടെന്ന് നീ കരുതിയില്ല അല്ലേ? എവിടെടാ എൻ്റെ മോൾ? എൻ്റെ ഗീതുമോൾ എവിടെന്ന്? ഒറ്റ ശ്വാസത്തിലാണ് ഡോക്ടർ ബാലചന്ദ്രൻ സംസാരിച്ചത്. അത്രയും അയാൾ പ്രതീക്ഷിച്ചിരിക്കുകയില്ലെന്ന് ഡോക്ടർക്ക് ഉറപ്പുണ്ടായിരുന്നു. മറുപടി വരാൻ താമസിച്ചപ്പോൾ ഡോക്ടർ ബാലചന്ദ്രൻ പറഞ്ഞു, ഡോക്ടർ ശിവപ്രസാദ് ഇപ്പോൾ മരിക്കാറായിരിക്കെയാണ്. എൻ്റെ മോളെ തിരിച്ചു തന്നില്ലെങ്കിൽ ഇവനെ ഞാനിപ്പോൾ കൊല്ലും. ഡോക്ടർ ബാലചന്ദ്രൻ കാലുകൊണ്ട് ശിവപ്രസാദിനെ ഒന്ന് തട്ടി. അയ്യോ, രക്ഷിക്കണേ! ഡോക്ടർ ശിവപ്രസാദ് നിലവിളിച്ചു. ശരി. ശേഖറിൽ നിന്ന് ഉടൻ തന്നെ മറുപടിയുണ്ടായി. ഞങ്ങള് ഗീതുമോളെ വിട്ടുതരാം. ലോക്കപ്പിലുള്ള ചോപ്രയെയും മറ്റും വിട്ടുതരണം. അതെന്റെ ജോലിയല്ല, ഡോക്ടർ ബാലചന്ദ്രൻ പറഞ്ഞു. പോലീസ് ചെയ്ത ജോലി പോലീസ് തന്നെ തീർത്തുകൊള്ളും. ഞാനിതിൽ ഇടപെടുകയില്ല. ഞാനെന്റെ മകളെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. SP ആശാദേവിയുടെ യുദ്ധം ക്രിമിനലും തമ്മിലുള്ളതാണ്. എന്റെ അടുത്ത് പോക്കൃത്തരം കാണിച്ചാൽ ഞാൻ അതിനപ്പുറത്തെ പോക്കൃത്തരം കാണിക്കും. നിനക്കൊന്നും എന്നെ അറിയില്ലടാ. ഡോക്ടർ ബാലചന്ദ്രൻ ചുറ്റിക കൊണ്ട് ശിവപ്രസാദിനെ ഒന്നുകൂടി അടിച്ചു. അയാൾ വീണ്ടും നിലവിളിച്ചു. വേണ്ട, ഡോക്ടറെ നിങ്ങൾ കൊല്ലണ്ട, ശേഖർ പറഞ്ഞു. ഞാൻ ഗീതുമോളെ വിട്ടുതരാം. ഗുഡ്. പോലീസ് ഓഫീസർ ആയതിന്റെ ഗുണം നിങ്ങൾക്കുണ്ട്. പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്നു, ഡോക്ടർ ബാലചന്ദ്രൻ പറഞ്ഞു. പഞ്ചമിയുടെ കേസിൽ തന്റെ ഭാര്യയ്ക്ക് ഞങ്ങളുടെ ഒരു രോമം പോലും പറിക്കാൻ കഴിയില്ല. പഞ്ചമിയെ ഇനി നിങ്ങൾ ഭൂമുഖത്ത് കാണുകയില്ല. അതുകൊണ്ട് ഗീതുമോളെ ഞങ്ങൾ വിട്ടുതരുന്നു, ശേഖർ പറഞ്ഞു. എപ്പോൾ, എവിടെ എത്തിക്കും? ഞാൻ എവിടെയാണ് വരേണ്ടത്? ഗാന്ധിനഗറിലെ സ്റ്റാച്ചുവിനടുത്ത് 5 മണിക്കെത്തുക. ഡോക്ടർ ബാലചന്ദ്രൻ വാച്ച് നോക്കി. 5 ആവാൻ 20 മിനിറ്റുണ്ട്. ഓക്കെ, വാക്കിൽ മാറ്റമില്ലല്ലോ? ഇല്ല. പിന്നൊരു കാര്യം, പോലീസുമായി വന്ന് ഞങ്ങളെ പിടിക്കാമെന്നൊന്നും കരുതരുത്. ഇല്ല. ലൈൻ ഡിസ്കണക്റ്റായി. നിനക്ക് അല്പം കൂടി ആയുസ്സുണ്ട്. ഡോക്ടർ ശിവപ്രസാദിനെ നോക്കി അത്രയും പറഞ്ഞിട്ട് ഡോക്ടർ ബാലചന്ദ്രൻ പുറത്തു കടന്നു. എത്രയും പെട്ടെന്ന് ആശയെയും കൂട്ടി സ്റ്റാച്ചുവിനടുത്തെത്തണം. 5 മണിക്ക് ആ ക്രിമിനൽസിന് മറുപടി കൊടുക്കാമെന്നാണ് ആശയുമായി പ്ലാൻ ചെയ്തിരുന്നത്. ആ സമയത്ത് ഗീതുമോളെ വീണ്ടെടുക്കാൻ കഴിയും. ഡോക്ടർ ബാലചന്ദ്രൻ ജീപ്പിൽ കയറി. റോഡ് മഴ പെയ്ത് നനഞ്ഞു കിടക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ ആശാദേവി ഉണ്ടായിരുന്നു. ഉടനെ ജീപ്പിൽ കയറ്റി പോലീസിനെ കൂടാതെ പുറപ്പെട്ടു. തെരുവ് വിളക്കുകൾ മങ്ങിക്കത്തി നിന്നു. യാത്രക്കിടയിൽ ആശയോട് കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ ശിവപ്രസാദിനെ ഉപേക്ഷിച്ചിട്ടല്ലേ വന്നത്? ഇനിയിപ്പോൾ അവർ ഗീതുമോളെ വിട്ടുതരാതിരിക്കുമോ? ആശ സംശയം പ്രകടിപ്പിച്ചു. ഞാനും അങ്ങനെ ചിന്തിച്ചതാണ്. അങ്ങനെ വന്നാൽ പിന്നെ അവരുടെ ശവവുമായിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ മോള് പോയി കഴിഞ്ഞ് പിന്നെന്തിനാണ് ആശയെ ജീവിക്കുന്നത്? ഡോക്ടർ ചോദിച്ചു. ആശ വാച്ച് നോക്കി. കൃത്യം 5-ന് സ്റ്റാച്ചുവിന് മുന്നിൽ ജീപ്പ് ബ്രേക്ക് ചെയ്തു. ഗാന്ധി പ്രതിമയുടെ നിഴൽ അവരുടെ മുന്നിൽ വീണ് കിടന്നു. ആരെയും കാണുന്നില്ലല്ലോ. ഇരുവരും ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി. ആ ക്ഷണം ഒരു കാർ പാഞ്ഞു വന്ന് റോഡിന്റെ എതിർവശത്തു നിന്നു. വാതിൽ തുറന്നു. മമ്മി, ഡാഡി. ഗീതുമോൾ ആ കാറിൽ നിന്നും പുറത്തിറങ്ങി. കാർ മുന്നോട്ട് പോയി. മോളെ, മമ്മി. ഗീതുമോൾ നനഞ്ഞു കിടന്ന റോഡിലൂടെ വട്ടം കടക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഇരുളിൽ ലൈറ്റ് തെളിഞ്ഞു. പ്രേതം പോലൊരു പൊളിഞ്ഞ ജീപ്പ് പാഞ്ഞു വരുന്നത് കണ്ടു. ആഷേ, മോളെ. അത് കണ്ട് ഡോക്ടർ ബാലചന്ദ്രൻ ഓടിച്ചെന്നു. പാഞ്ഞു വന്ന ജീപ്പ് ഗീതുമോളെ ഇടിച്ചു തെറിപ്പിച്ചു. തെറിച്ചു വീണ ഗീതുവിന്റെ മുകളിലൂടെ ആ ജീപ്പ് പാഞ്ഞുപോയി. ഗീതുമോളെ. പ്രപഞ്ചം നടുങ്ങുമാർ ഉച്ചത്തിൽ ആശാദേവി നിലവിളിച്ചു. അധ്യായം 30. ഗീതുമോളുടെ ശവശരീരത്തിന് മുകളിലൂടെ ആ കറുത്ത ജീപ്പ് പാഞ്ഞുപോയി. ഇടിവെട്ടിയതുപോലെ ആശാദേവി നിന്ന് നിലവിളിക്കുന്നത് ഡോക്ടർ ബാലചന്ദ്രൻ കണ്ടു. ഒരസ്ത്രം ഹൃദയത്തിലൂടെ കടന്നു പോയതുപോലെ ഡോക്ടർക്ക് തോന്നി. ഡോക്ടർ ഓടിച്ചെന്ന് ഗീതുമോളുടെ നേരെ ടോർച്ച് തെളിച്ചു. ആ കുഞ്ഞിന്റെ ശരീരം ചോര പുരണ്ട ഒരു മാംസ കഷ്ണമായി മാറിക്കഴിഞ്ഞിരുന്നു. എന്റെ ദൈവമേ, അദ്ദേഹം നിലവിളിച്ചു. ആശാദേവിയുടെ കയ്യിൽ നിന്ന് റിവോൾവർ തട്ടിപ്പറിച്ചുകൊണ്ട് ഡോക്ടർ ജീപ്പിൽ കയറി. ആ ജീപ്പ് ഗീതുമോളെ തട്ടിയിട്ട് പോയ ജീപ്പിന്റെ പിന്നാലെ പാഞ്ഞു. അതിന്റെ വെളിച്ചം പോലും മുന്നിൽ കാണാനുണ്ടായിരുന്നില്ല. ഡോക്ടർ ബാലചന്ദ്രൻ ആക്സിലേറ്ററിൽ കാലമർത്തി ചവിട്ടി. അസ്ത്രം പോലെ ജീപ്പ് മുന്നോട്ടോടി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു കാഴ്ച കണ്ട് ഡോക്ടർ ബ്രേക്ക് ചവിട്ടി. ജീപ്പ് മുന്നോട്ട് മറിഞ്ഞ് വീഴേണ്ടതായിരുന്നു. ടയർ റോഡിലുരഞ്ഞ് കത്തിയെന്ന് തോന്നുന്നു. ഭയങ്കര ശബ്ദമുണ്ടായി. നനഞ്ഞുകിടന്ന റോഡിലൂടെ ജീപ്പ് നിരങ്ങി കുറെ കൂടി മുന്നിലേക്ക് പോയി. ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങിയ ഡോക്ടർ അവിടേക്ക് ടോർച്ച് തെളിച്ചു. ആ പഴയ ജീപ്പ് റോഡ് സൈഡിലെ
ഒരു മരത്തിലിടിച്ച് കിടക്കുന്നത് കണ്ടു. ഡോക്ടർ റിവോൾവറുമായി അവിടേക്ക് കുതിച്ചു ചെന്നു. അതിനുള്ളിൽ ആരുമില്ലായിരുന്നു. ഫ്രണ്ട് ഗ്ലാസുകളും സീറ്റുകളും ഇല്ലാത്ത ആ ജീപ്പിന്റെ പ്രേതം ഏതോ വർക്ക്ഷോപ്പിൽ നിന്നെടുത്തതുപോലെ തോന്നിച്ചു. ഇടിയിൽ മുൻവശം തകർന്നിരിക്കുന്നു. അതിന് നമ്പർ പ്ലേറ്റോ മറ്റടയാളങ്ങളോ ഇല്ലായിരുന്നു. തകർന്ന ജീപ്പിന്റെ മുന്നിലും ചക്രത്തിലും ഗീതുമോളുടെ ചോര കണ്ടപ്പോൾ ഡോക്ടർ ബാലചന്ദ്രന് നെഞ്ചിൽ ഭാരക്കൂടുതൽ തോന്നി. കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരുളിലേക്ക് നോക്കി അലറി, ബാസ്റ്റേർഡ്സ്! കൊലയാളികൾ ജീപ്പ് അവിടെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. മോളെ, മമ്മിയുടെ പൊന്നുമോളെ! ഡോക്ടർ ബാലചന്ദ്രൻ തിരിച്ചു ചെല്ലുമ്പോൾ ആശാദേവി മോളുടെ ശവശരീരത്തിനടുത്തിരുന്ന് കരയുകയായിരുന്നു. ഉടനെ ഒരു പെട്രോൾ വണ്ടി അതിലേ വന്നു. പിന്നാലെ ഗുരുവായൂർക്ക് തൊഴാൻ പോകുന്നവരുടെ ഒരു കാറും മത്സ്യവണ്ടിയും. എല്ലാവരും വാഹനങ്ങൾ നിർത്തി. 18 മിനിറ്റിനുള്ളിൽ 5-8 വാഹനങ്ങളെത്തി. അവർ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. SI ബഷീറും പോലീസുകാരും പാഞ്ഞെത്തി. അരമണിക്കൂറിനുള്ളിൽ മറ്റു സ്ഥലങ്ങളിലെ CIമാരും ഹോസ്പിറ്റലിൽ നിന്ന് CI ഫിലിപ്പും എത്തി. മഹസർ തയ്യാറാക്കി ഗീതമോളുടെ ശരീരം ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് മാറ്റി. നമ്മൾ ആർക്കു വേണ്ടി ജീവിച്ചോ ആ മോൾ നമ്മളെ വിട്ടുപിരിഞ്ഞു. സത്യവും ധർമ്മവും നീതിയും മാത്രം ചെയ്തിട്ട് നമുക്ക് കിട്ടിയ പ്രതിഫലമാണിത് ബാലേട്ട. എന്നെ ശിക്ഷിക്കൂ. ഞാനാണ് അവളെ കൊന്നത്. ഞാൻ കാരണമാണ് ഗീതമോൾ മരിച്ചത്. ഞാൻ ഈ അധികാരത്തിന്റെ യൂണിഫോം ഇടരുതായിരുന്നു. ഇത് മനസാക്ഷിയുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല. കള്ളന്മാരെയും കൊലപാതകങ്ങളെയും രക്ഷിക്കുന്നവർക്ക് ഈ യൂണിഫോം കൊണ്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ. പച്ച പൂങ്കുല പൊട്ടിച്ചിതർന്നതുപോലെ ആശാദേവി ബാലചന്ദ്രന്റെ മാറിൽ മുഖമണച്ച് കരഞ്ഞു. വികാരങ്ങൾ മരവിച്ചവനെ പോലെയായിരുന്നു ഡോക്ടർ ബാലചന്ദ്രൻ. അവൻ നമ്മളെ ചതിച്ചു, അദ്ദേഹം പറഞ്ഞു. ശേഖർ, അവൻ കളിയിൽ കള്ളം കാണിച്ചു. വാക്കു പറഞ്ഞ ജോലിയിൽ കൃത്രിമം കാണിച്ചു. ഗീതുവിനെ നമുക്ക് തന്നുവെന്ന വാക്കും പാലിച്ചു. അതേസമയം അവളെ കൊല്ലുകയും ചെയ്തു പിശാച്. അദ്ദേഹത്തിന്റെ മിഴികളിൽ നിന്ന് 2 കണ്ണുനീർ കണങ്ങൾ ഉരുണ്ടു വീണു. കൊല്ലും ഞാനവരെ. ഐ വിൽ കിൽ ദാറ്റ് ഡെവിൾസ്. ഡോക്ടർ ബാലചന്ദ്രൻ പല്ലുകൾ ഞെരിച്ചു. രാവിലെ DYSP ശേഖറിന്റെ വീട്ടിൽ എല്ലാവരും ഉണരുന്നതേയുള്ളൂ. ശേഖർ അവിടേക്ക് വരുന്നുണ്ടോ എന്നറിയാനായി ആശാദേവി മഫ്റ്റിയിൽ നിർത്തിയിരുന്ന പോലീസുകാർ കുറെ അകലെയായി റോഡിൽ ബീഡി വലിച്ചു കൊണ്ടിരിക്കുന്നു. റോഡിലൂടെ അതിവേഗം പാഞ്ഞു പോകുന്ന ജീപ്പ് കണ്ട് ഒരു പോലീസുകാരൻ അഭിപ്രായപ്പെട്ടു, ഇവനൊക്കെ അതിരാവിലെ എവിടേക്കാ മരിക്കാൻ പോകുന്നത്? പറഞ്ഞു തീർന്നില്ല. ഭയങ്കരമായ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. ശേഖറിന്റെ ഗേറ്റ് ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ജീപ്പ് അകത്തേക്ക് പാഞ്ഞു കയറുന്നത് കണ്ടു. ദൈവമേ, ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. നമുക്കുടനെ എങ്ങും പോകണ്ട. വല്ല ചായന്മാരും അടിച്ച് കോൺ തിരിഞ്ഞതായിരിക്കും. കള്ളപ്പണക്കാരനും കരിഞ്ചന്തക്കാരനും രാപ്പകൽ ഭേദമില്ലാതെ വെള്ളമല്ലേ. ഒരുത്തനെങ്കിലും ചാകുന്നെങ്കിൽ ചാകട്ടെ. പോലീസുകാരൻ ബീഡി ആഞ്ഞു വലിച്ചു. DYSP ശേഖറിന്റെ വീട്ടിലേക്ക് പാഞ്ഞു കയറിയ ജീപ്പ് മുറ്റത്തു നിന്നു. ശബ്ദം കേട്ട് അതുവരെ ഉണരാതെ കിടന്നവരും പിടഞ്ഞെണീറ്റു. ശേഖറിന്റെ ഭാര്യയും മക്കളും ഒരു ബന്ധുവും അവിടെ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി ശേഖറിന്റെ മകൻ വാതിൽ തുറന്ന് പരിഭ്രാന്തനായി പുറത്തേക്ക് വന്നു. ആ ക്ഷണം തന്നെ ജീപ്പിൽ നിന്നിറങ്ങി വരാന്തയിലേക്ക് കയറിയ ഡോക്ടർ ബാലചന്ദ്രൻ അവനെ അകത്തേക്ക് അടിച്ചു തെറിപ്പിച്ചു. വിസിറ്റിംഗ് റൂമിലെ മേശയ്ക്ക് മുകളിലേക്ക് അവൻ വീണു. മറ്റുള്ളവരെല്ലാം വെളിയിലേക്ക് വരാനായി അവന്റെ പിന്നിലുണ്ടായിരുന്നു. എല്ലാവരെയും ഡോക്ടർ ബാലചന്ദ്രൻ അടിച്ചു. തലങ്ങും വിലങ്ങും അടികിട്ടി. ശേഖറിന്റെ ബന്ധു അടികൊണ്ട് തലകറങ്ങി വീണു. ഭാര്യയുടെ മൂക്കിലൂടെ ചോരയൊഴുകി. ഡോക്ടർ ബാലചന്ദ്രൻ അവരുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഷോക്കേസ് പുറംകൈ കൊണ്ട് തല്ലിയുടച്ച് അതിനുള്ളിൽ വെച്ചിരുന്ന വില കൂടിയ വിദേശ മദ്യത്തിന്റെ കാലിക്കുപ്പിയെടുത്ത് അടിവശം അടിച്ചു പൊട്ടിച്ചു. കുപ്പിച്ചില്ലുകൾ തറയിൽ ചിതറി വീണു. കൂട്ട നിലവിളികൾക്കിടയിൽ അദ്ദേഹം കുപ്പിമുനകള സ്ത്രീയുടെ കവളിൽ കുത്തിപ്പിടിച്ചു. അയ്യോ, കൊല്ലല്ലേ! അവർ നിലവിളിച്ചു. പറയൂ, നിന്റെ ഭർത്താവ് എവിടെയാണ്? പൊന്നു ഡോക്ടറെ, എനിക്കറിയില്ല. ഇതുവരെ ഞങ്ങളെ വിളിച്ചിട്ടില്ല. അവർ ദീനമായി നിലവിളിച്ചു. സത്യം പറഞ്ഞോ, സംസാരിക്കാൻ എനിക്ക് നേരമില്ല. കുത്തിക്കീറും ഞാൻ. സത്യമായിട്ടും ശേഖരേട്ടൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്നാണേ, എന്റെ മക്കളാണ് സത്യം. എന്നെ കൊല്ലല്ലേ. നീ പറയൂല അല്ലേടി? ഡോക്ടർ ബാലചന്ദ്രൻ കുപ്പികൊണ്ട് ആഞ്ഞു കുത്താനായി ഓങ്ങി. ആ സ്ത്രീയുടെ നിലവിളിയോടൊപ്പം ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിലും കേട്ടു. ഡോക്ടർ ബാലചന്ദ്രൻ നോക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി ഓടിവന്ന് ആ സ്ത്രീയുടെ സാരിയിൽ പിടിച്ചു വലിക്കുന്നു. മമ്മി! ഡോക്ടർ ബാലചന്ദ്രൻ അവളെ കണ്ടു. തന്റെ ഗീതമോളുടെ പ്രായം. ശേഖറിന്റെ ഇളയ മകളാണ്. ജീവന് പകരം ജീവൻ. ഡോക്ടർ ബാലചന്ദ്രന്റെ പക അഗ്നിയായി. ഡോക്ടർ കുപ്പി
കുട്ടിയുടെ മുഖത്തിന് നേരെ ഓങ്ങി. ആ മുറിയിൽ അടിയേറ്റ് കിടന്നിരുന്നവരെല്ലാം നിലവിളിച്ചുപോയി, ഹൃദയം പിടയുമാറുച്ചത്തിൽ. ആ കുത്തുകൊണ്ടാൽ ആ കുരുന്നിന്റെ തലയോട് മാംസവും തകർത്തുകൊണ്ട് കുപ്പിമുനകൾ മറുവശത്തെത്തുമായിരുന്നു. ആ പിഞ്ചുകുട്ടി കുപ്പിമുനകളിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു. മമ്മി, ഈ ചെകുത്താന്റെ കുഞ്ഞെ. നിലവിളി ശ്രദ്ധിക്കാതെ ഡോക്ടർ ബാലചന്ദ്രൻ കുപ്പി ആഞ്ഞു വീശി. അധ്യായം 31. ആഞ്ഞു വീശിയ കുപ്പി ആ കുട്ടിയുടെ മുഖത്ത് മുട്ടിക്കാൻ ഡോക്ടർ ബാലചന്ദ്രന് കഴിഞ്ഞില്ല. കണ്ണുകളടച്ച് വലിയ വായിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവൾ തന്റെ ഗീതുമോളാണെന്ന് ഡോക്ടർ ബാലചന്ദ്രന് തോന്നി. അദ്ദേഹം കുപ്പി ആ കുട്ടിയുടെ നേരെ നിന്നും മാറ്റി. അപ്പോൾ മാത്രമാണ് കണ്ടുനിന്ന കുടുംബാംഗങ്ങൾ ശ്വാസം വിട്ടത്. നിന്നെ കൊന്നാൽ ഞാനും നിന്റെ ഡാഡിയും തമ്മിൽ എന്താ വ്യത്യാസം മോളെ? ഡോക്ടർ ബാലചന്ദ്രൻ ചോദിച്ചു, മൃഗീയമായ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്. പിന്നെ ശേഖറിന്റെ ഭാര്യയുടെ നേരെ തിരിഞ്ഞു. നിങ്ങൾക്കറിയില്ലേ ശേഖർ എവിടെയാണെന്ന്? സത്യമായിട്ടും അറിയില്ല ഡോക്ടർ. അവർ കൈകൂപ്പി കണ്ണീരൊഴുക്കി പറഞ്ഞു. എന്താ ഡോക്ടർ ഇത്? ശേഖർ എന്ത് ഉപദ്രവമാണ് ചെയ്തേ? അവനിനി എന്താ ചെയ്യാനുള്ളത്? ഹോസ്പിറ്റലിൽ വന്ന് നോക്ക്. അവിടെ മോർച്ചറിയിൽ കിളുന്ത് ശരീരവും അസ്ഥികളും ഒരു മാംസ കഷ്ണവുമായി കിടപ്പുണ്ട്. അതെന്റെ മോള. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. ശേഖർ കൊന്ന എന്റെ മോൾ. ആ സ്ത്രീ മരവിച്ച പോലെയായി. മറ്റുള്ളവരും അത് കേട്ട് തരിച്ചു നിന്നു. ഡോക്ടർ കുപ്പി തറയിൽ എറിഞ്ഞു തകർത്തു. ശ്വാസം കഴിക്കാൻ പോലും ഭയന്നു നിൽക്കുന്ന ശേഖറിന്റെ മക്കളോട് ഡോക്ടർ പറഞ്ഞു, ശേഖറിനെ നിങ്ങൾ എവിടെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെയൊരു ഡാഡി ഇല്ലാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ശേഖറിന്റെ വീട്ടിൽ നിന്നും കൂട്ട നിലവിളി കേട്ട് റോഡിൽ നിന്ന പോലീസുകാർ അവിടേക്ക് നടന്നു. രാവിലെ പണിയുണ്ടായെന്നാ തോന്നുന്നത്. അവർ ഗേറ്റിലെത്തിയപ്പോഴേക്കും അകത്തുനിന്ന ജീപ്പ് പുറത്തേക്ക് വന്നു. തകർന്ന് വഴിയിൽ കിടന്ന ഗേറ്റിന് മുകളിലൂടെ ആ വാഹനം പാഞ്ഞുപോയി. പോലീസുകാർക്ക് തടയാൻ കഴിഞ്ഞില്ല. ഡോക്ടർ ബാലചന്ദ്രൻ ഡോക്ടർ ശിവപ്രസാദിന്റെ ഭ്രാന്താശുപത്രിയിലേക്കാണ് ജീപ്പ് വിട്ടത്. അയാളെ ഒരിക്കൽ കൂടി പിടികൂടേണ്ടത് ആവശ്യമാണ്. ജീപ്പ് ചെല്ലുമ്പോൾ ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഡോക്ടർ ജീപ്പ് നിർത്തി ഗേറ്റിലേക്ക് ചെന്നു. അപ്പോൾ അവിടേക്ക് വന്ന വാച്ചർ അദ്ദേഹത്തെ കണ്ട് നടുങ്ങി. രാത്രിയിൽ തന്റെ പക്കൽ നിന്നും പണം വാങ്ങി ഡോക്ടർ ശിവപ്രസാദിന്റെ മുറി കാണിച്ചു തന്നവൻ തന്നെ. അതിന്റെ ശിക്ഷ അവന് കിട്ടിക്കാണുമെന്ന് തോന്നി. അവന്റെ കവിൾത്തടങ്ങൾ ചുവന്നു കിടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണിപ്പോൾ വന്നത്? എന്നെ കൊല്ലാനാണോ? വാച്ചർ ഗേറ്റിനടുത്തേക്ക് വന്ന് ചോദിച്ചു. എനിക്ക് ഡോക്ടർ ശിവപ്രസാദിനെ ഒന്നുകൂടി കാണണം. ഡോക്ടർ പറഞ്ഞു. പറ്റില്ല, കണ്ടേ പറ്റൂ, കണ്ടേ ഞാൻ പോകൂ. ആ ശബ്ദ ദാർഢ്യം കണ്ട് അയാൾ നടങ്ങുന്നത് ഡോക്ടർ ബാലചന്ദ്രൻ കണ്ടു. ഡോക്ടർ ഇവിടെയില്ല, അയാൾ പറഞ്ഞു. അതെനിക്കറിയാം, ഡോക്ടർ ബാലചന്ദ്രൻ പറഞ്ഞു. ഏതു ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞാൽ മതി. അയാൾ എത്രയും വേഗം ഒരു ഹോസ്പിറ്റലിലെത്തി ബോൺ സ്പെഷ്യലിസ്റ്റായ ഡോക്ടറുടെ സഹായം തേടിയിട്ടുണ്ടാകുമെന്ന് ഡോക്ടർ ബാലചന്ദ്രന് ഉറപ്പുണ്ടായിരുന്നു. എനിക്കറിയില്ല, അയാൾ പറഞ്ഞൊഴിയുന്നതിന് മുമ്പ് ഡോക്ടർ ബാലചന്ദ്രൻ അഴികൾക്കിടയിലൂടെ കൈയിട്ട് അവന്റെ കോളറിനെ പിടിച്ചു വലിച്ചടുപ്പിച്ചു. ഇരുമ്പഴികളിൽ വാച്ചറുടെ മുഖം അമർന്നു ഞെരിഞ്ഞു. സത്യം പറഞ്ഞോ, അയാൾ എവിടെയാണ്? ശ്വാസം വിടാൻ പോലും പറ്റാത്ത വിധത്തിൽ ഡോക്ടർ ബാലചന്ദ്രൻ വാച്ചറെ വലിച്ച് ഇരുമ്പഴികൾക്കിടയിലൂടെ ഞെരിച്ചു. നേരം വെളുത്തു. കാക്കകളുടെ ശബ്ദം മാത്രം പരിസരങ്ങളിൽ കേട്ടു. അയ്യോ വിട് എന്റെ മൂക്ക്, അവൻ ഞരങ്ങി. സത്യം പറഞ്ഞാൽ മാത്രമേ നിന്നെ വിടുകയുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഞെരിച്ചു കൊല്ലും. ആശുപത്രിയിലെ ഏതോ മുറിയിൽ നിന്ന് ഒരു ഭ്രാന്തന്റെ നിലവിളി കേട്ടു. മുറ്റത്തൊന്നും ഒരു മനുഷ്യജീവിയുമില്ലായിരുന്നു. മുറ്റത്തെ മരങ്ങളിൽ തളർത്തു നിൽക്കുന്ന ഇലകളിൽ മഞ്ഞുതുള്ളികൾ. പറയാം, ഡോക്ടർ സെന്റ് ആൽബർട്ട് ഹോസ്പിറ്റലിലാണ്, അയാൾ പറഞ്ഞു. അതെന്താണ് ശിവപ്രസാദ് ആ ഹോസ്പിറ്റലിൽ പോയത്? അവിടത്തെ ബോൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മാത്യൂസ് ഫെർണാണ്ടസ് ഡോക്ടറുടെ സുഹൃത്താണ്. താനീ പറയുന്നത് സത്യമാണോ? അതെ. കള്ളമാണെന്ന് കണ്ടുപിടിച്ചാൽ എന്നെ എന്തു വേണേലും ചെയ്തോ. ഡോക്ടർ ആ ആശുപത്രിയിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോയോന്നറിയില്ല. ഡോക്ടർ അവന്റെ കഴുത്തിലെ പിടിവിട്ടു. അയാൾ ശ്വാസം വിട്ടുകൊണ്ട് ശിരസിളക്കി. ഡോക്ടർ ബാലചന്ദ്രൻ തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോൾ അയാൾ പിന്നിൽ നിന്ന് വിളിച്ചു. സാർ, ഞാനാ ഇത് പറഞ്ഞതെന്ന് ആരോടും പറയരുത്, എന്നെ കൊന്നുകളയും. അത് ശ്രദ്ധിക്കാതെ ഡോക്ടർ ബാലചന്ദ്രൻ ജീപ്പിൽ കയറി. സെന്റ് ആൽബർട്ട് ഹോസ്പിറ്റൽ. ഡോക്ടർ മാത്യൂസ് ഫെർണാണ്ടസ് ഡോക്ടർ ശിവപ്രസാദിന്റെ വിരലുകൾ കണ്ട് അമ്പരന്ന് പോയി. ഡോക്ടർ, എങ്ങനെയാണിതുണ്ടായത്? ഒരപകടം പറ്റിയതാണ് ഡോക്ടർ. എല്ലാം ഞാൻ പിന്നീട് പറയാം. വേദന കടിച്ചമർത്തിക്കൊണ്ട് ഡോക്ടർ ശിവപ്രസാദ് പറഞ്ഞു. ഡോക്ടർ മാത്യൂസ് ആ വിരലുകൾ പരിശോധിച്ചു.
ഇത് റിമൂവ് ചെയ്യണമെന്നാണ് തോന്നുന്നത്, അദ്ദേഹം പറഞ്ഞു. ഓ ഗോഡ്! ഡോക്ടർ ശിവപ്രസാദ് നിലവിളിച്ചു പോയി. ഡോക്ടർ, എങ്ങനെയെങ്കിലും സഹായിക്കണം. എന്റെ വിരലുകൾ മുറിച്ചു കളയരുത്. ഡോക്ടർ ശിവപ്രസാദ് കരഞ്ഞുപോയി. അയാളുടെ ശരീരമാകെ ചോരയായിരുന്നു. ഞാനൊന്ന് ശ്രമിക്കാം. ഡോക്ടർ നഴ്സുമാരെ വിളിച്ചു. ഒടിഞ്ഞ എല്ലുകൾ പിടിച്ച് നേരെയാക്കി. രക്തം തുടച്ച് മരുന്ന് പുരട്ടി. മരുന്ന് വെക്കുമ്പോൾ ഡോക്ടർ ശിവപ്രസാദ് കടിച്ചു പിടിച്ചിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ മാത്യൂസ് പറഞ്ഞു, ഇത് തൽക്കാലത്തേക്കുള്ള ഡ്രസ്സിംഗ് ആണ്. ഉച്ച കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാം. ഇത് വളരെ സീരിയസ് ആയ കേസാണ്. ചില എല്ലുകൾ പൊടിഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ സക്സസ് ആയാൽ തന്നെ വിരലുകൾ മടക്കാനും നിവർക്കാനും വിഷമം വരും. അത് കേട്ട് ഡോക്ടർ ശിവപ്രസാദ് ജീവനറ്റവനെ പോലെ ഇരുന്നു. ഡോക്ടർ, എങ്ങനെയാണിത് സംഭവിച്ചത്? ഏതോ യന്ത്രത്തിന്റെ പല്ലുകൾക്കിടയിൽ പോയതുപോലെയുണ്ടല്ലോ. ഡോക്ടർ മാത്യൂസ് തിരക്കി. സത്യം പറയാൻ മടിച്ച ഡോക്ടർ ശിവപ്രസാദ് തലകുലുക്കി. അതെ. എന്നിട്ടെന്താ കൂടെ ആരെയും കൊണ്ടുപോരാതിരുന്നത്? പറയാം സാർ, എല്ലാം പറയാം. എന്റെ വിരലുകൾ പഴയതുപോലെയാക്കി തരണം. എന്ത് വേണമെങ്കിലും തരാം, എന്തും. എന്താ ശിവപ്രസാദ് ഇങ്ങനെ പറയുന്നത്? പ്രതിഫലത്തിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മുടെ ബന്ധം? ആ കണ്ണുകളെ അഭിമുഖീകരിക്കാൻ ഡോക്ടർ ശിവപ്രസാദിന് കഴിഞ്ഞില്ല. സിസ്റ്റർ, ഇദ്ദേഹത്തെ 6-ാം നമ്പർ മുറിയിലേക്ക് കൊണ്ടുപോകൂ. ഡോക്ടർ മാത്യൂസ് നഴ്സിനോട് നിർദ്ദേശിച്ചു. യെസ് ഡോക്ടർ. നേഴ്സ് ഡോക്ടർ ശിവപ്രസാദിനെ എഴുന്നേൽക്കാൻ സഹായിച്ചു. പെട്ടെന്ന് വാതിൽ തുറന്നടയുന്ന ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. ഡോക്ടർ ബാലചന്ദ്രൻ. അയ്യോ! ഡോക്ടർ ശിവപ്രസാദ് അറിയാതെ നിലവിളിച്ചു പോയി. ശബ്ദം കേട്ടപ്പോഴാണ് ഡോക്ടർ ബാലചന്ദ്രൻ അയാളെ കണ്ടത്. യു ബാസ്റ്റഡ്! ഡോക്ടർ ബാലചന്ദ്രൻ അയാളുടെ നേരെ പാഞ്ഞു ചെന്നു. അയ്യോ, എന്നെ കൊല്ലുന്നേ! ഡോക്ടർ ശിവപ്രസാദ് തന്നെ പിടിച്ചിരുന്ന നഴ്സിനെ തട്ടിമാറ്റി ജീവനും കൊണ്ടോടി. ഡോക്ടർ ബാലചന്ദ്രൻ പിന്നാലെയും. ഡോക്ടർ മാത്യൂസും നഴ്സുമാരും കാര്യമറിയാതെ പകച്ചുനിന്നു. അവർ തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നു അത്. അധ്യായം 32. ഡോക്ടർ ശിവപ്രസാദ് വരാന്തയിലൂടെ ഓടി. പിന്നാലെ ഡോക്ടർ ബാലചന്ദ്രനും. കണ്ടുനിന്നവർ കാര്യമറിയാതെ ഭയന്നുപോയി. ഇടനാടിയിലൂടെ ഓടി മറ്റൊരു വരാന്തയിലൂടെ ഡോക്ടർ പുറത്തു കടന്നു. ഡോക്ടർ ബാലചന്ദ്രൻ പോർച്ചിലെത്തിയപ്പോഴേക്കും ശിവപ്രസാദ് കാറിൽ കയറി കഴിഞ്ഞിരുന്നു. അതിവേഗം പാഞ്ഞുപോയ കാറിനെ ജീപ്പിൽ പിന്തുടരാൻ ഡോക്ടർ ബാലചന്ദ്രൻ ഒരു ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല. ഡോക്ടർ ബാലചന്ദ്രൻ ഡോക്ടർ ശിവപ്രസാദിന്റെ ഭ്രാന്താശുപത്രിക്ക് മുന്നിൽ ജീപ്പ് നിർത്തി. ആദ്യമുണ്ടായിരുന്ന വാച്ചർ പരിഭ്രമത്തോടെ ഡോക്ടറെ നോക്കി. അവനെവിടെ? ഡോക്ടർ ശിവപ്രസാദ് ഇവിടെ വന്നില്ല സാർ. കള്ളം പറയരുത്. ഇല്ല സാർ, സത്യമായും ഇവിടെ വന്നില്ല. സാറ് പോയ ശേഷം ഒരാൾ പോലും ഇങ്ങോട്ട് വന്നില്ല. അവന്റെ വീടെവിടെയാണ്? എനിക്കറിയില്ല സാർ. ഞാൻ പുതിയ ആളാണ്. അയാളുടെ വീട് കണ്ടുപിടിച്ചിട്ടും കാര്യമില്ലെന്ന് ഡോക്ടർ ബാലചന്ദ്രന് തോന്നി. കാരണം അയാൾ അവിടെ ചെല്ലാൻ സാധ്യത കുറവാണ്. താൻ അറിയാത്ത, കടന്നു ചെല്ലാത്ത ഏതെങ്കിലും സ്ഥലത്തായിരിക്കും അവൻ ഒളിച്ചിരിക്കുക. ഡോക്ടർ ബാലചന്ദ്രൻ ജീപ്പിൽ കയറി. ഹോസ്പിറ്റലിലേക്ക് പോകുക തന്നെ. ആശ തന്നെ കാത്ത് വിഷമിക്കുകയാവും. ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഡോക്ടർ നിർത്തി. അയാൾ ഡിവൈഎസ്പി ശേഖർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് കാണും. അത് കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട്. ശിവപ്രസാദിന്റെ ബെഡ്റൂമിലെ ഭിത്തിയിൽ താനത് രക്തം കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഡിവൈഎസ്പി ശേഖറിന്റെ രഹസ്യ താവളത്തിലെ ഫോൺ നമ്പർ. ഡോക്ടർ ഇറങ്ങി. ചെറിയ ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കടന്നപ്പോൾ വാച്ചർ തടഞ്ഞു. നീ എന്നെ തുടരുത്. എന്റെ സ്വഭാവം ചീത്തയാ. മര്യാദയ്ക്കാണെങ്കിൽ ഞാനിപ്പോൾ പൊയ്ക്കോളാം. ഡോക്ടർ ശിവപ്രസാദ് അവൻ ഭീതിയോടെ മന്ത്രിച്ചു. ഒന്നും ചെയ്യില്ല. അവനെ കണ്ടാൽ ഞാൻ ആ നിമിഷം കൊല്ലും. ഡോക്ടറോട് അടുക്കാൻ വാച്ചർക്ക് പേടിയായിരുന്നു. ഏതോ ഭ്രാന്തൻ ഭക്തിഗീതം പാടുന്നത് കേട്ടു. ഡോക്ടർ ആ മുറിയിലെത്തി. ഭിത്തിയിലെ നമ്പർ മുറിയിൽ നിന്ന് തന്നെ കണ്ടെടുത്ത കടലാസം പെൻസിൽ ഉപയോഗിച്ച് എഴുതി. ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വാതിൽക്കൽ തടയാൻ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. നീയാരാ? ചെകുത്താൻ. അവൻ വാതിൽ തടഞ്ഞു നിന്നു. ഡോക്ടർ ബാലചന്ദ്രൻ അവന്റെ മുഖത്തിരിടി കൊടുത്തു. അവൻ പിന്നോട്ട് മാറി തരിച്ചു നിന്നു. ഡോക്ടർ പുറത്തു കടന്നപ്പോൾ അവൻ ശരീരം കുലുക്കി മുന്നോട്ട് വന്നു. ഡോക്ടർ വിരൽ ചൂണ്ടി പല്ല് ഞെരിച്ചു. അവിടെ നിന്ന് അനങ്ങരുത്, കൊന്നുകളയും ഞാൻ. പിന്നെ അവൻ അനങ്ങിയില്ല. ഡോക്ടർ ബാലചന്ദ്രൻ ജീപ്പിൽ കയറി പോകുന്നത് കണ്ടപ്പോഴാണ് വാച്ചർക്ക് ശ്വാസം നേരെ വീണത്. ഗീതുമോളുടെ ശരീരം പോസ്റ്റ്മോർട്ടം നടത്തി. ശവസംസ്കാരത്തിന് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ഉദ്യോഗസ്ഥരും പോലീസ് ഓഫീസർമാരും വലിയൊരു ജനാവലിയും പങ്കെടുത്തു. SP ആശാദേവിയെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണ് ജനങ്ങൾക്കുണ്ടായിരുന്നത്. അവർക്കിങ്ങനെയൊരു ദുരന്തം സംഭവിച്ചതിൽ എല്ലാവരും ആത്മാർത്ഥമായി വേദനിച്ചു. രാത്രിയിൽ അവർ വീട്ടിൽ തനിച്ചായി. അനുശോചനം അറിയിക്കാനും
സാന്ത്വനിപ്പിക്കാനും വന്നവർ പോയി. നമുക്കിനി ആരുമില്ല. നമ്മുടെ മോള് പോയി. ആശാദേവി ഡോക്ടർ ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ചു തേങ്ങി. ചതി കാണിച്ചവരെ വെറുതെ വിടരുത് ശേഖർ. ഡോക്ടർ പല്ലിഞ്ഞരിച്ചു. ചോപ്രയെയും കൂട്ടരെയും ഞാൻ ലോക്കപ്പിൽ നിന്ന് വിട്ടു. പഞ്ചമിയെ കിട്ടാതെ അവരെ ശിക്ഷിക്കാനാവില്ല. കോടതിയിൽ പോയാലും രക്ഷയില്ല. വേണമെങ്കിൽ അവർക്കെതിരെ സാക്ഷി പറയുന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്ന PC-മാരായ ജേക്കബിനെയും അലക്സിനെയും രാജുവിനെയും കൊല്ലാനും അവർ മടിക്കില്ല. വെറുതെ എന്തിന് അവരുടെ കുടുംബങ്ങളെ കൂടി അനാഥരാക്കണം? ഈ നാട് നന്നാവില്ല. ആശാദേവി തേങ്ങി. ഡോക്ടർ ഭാര്യയെ കൊണ്ടുപോയി കിടത്തി. വേലക്കാരൻ രവീന്ദ്രൻ ജീവച്ഛവം പോലെ അവിടെയുണ്ടായിരുന്നു. ഡോക്ടർ ടെലിഫോൺ ഡയറക്ടർ എടുത്ത് തന്റെ പക്കലുള്ള നമ്പർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. കുറെ ശ്രമിച്ചിട്ടും കിട്ടിയില്ല. പിന്നെ എക്സ്ചേഞ്ചിൽ വിളിച്ചന്വേഷിച്ചു. ഡോക്ടറുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവിടെ. അരമണിക്കൂറിനുള്ളിൽ ആ ഫോണിന്റെ ഉടമയെ കണ്ടുപിടിച്ച് മറുപടി തരാമെന്ന മറുപടി കിട്ടി. ഡോക്ടർ നമ്പർ ഡയൽ ചെയ്തു. റിസീവറിന് മുകളിൽ തൂവാല വെച്ച് മറുവശത്ത് മണിയടിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. ഹലോ. മറുവശത്ത് നിന്ന് ഒരു പുരുഷ ശബ്ദം. അത് DYSP ശേഖറിന്റെ ശബ്ദമാണെന്ന് ബാലചന്ദ്രന് മനസ്സിലായി. അവിടെ വേലായുധനും മഹേഷ് കുമാറും ചിലപ്പോൾ ഡോക്ടർ ശിവപ്രസാദും കാണുമെന്ന് അദ്ദേഹത്തിന് തോന്നി. ശേഖർ സാറല്ലേ? ശബ്ദം വളരെ മാറ്റി ഡോക്ടർ ബാലചന്ദ്രൻ ചോദിച്ചു. അയാളുടെ നടുക്കം ഡോക്ടർ ഭാവനയിൽ കണ്ടു. നിങ്ങൾ ആരാണ്? ഒരു നിശബ്ദതയ്ക്ക് ശേഷം മറുപടി കിട്ടി. വേലായുധൻ ചേട്ടനുണ്ടോ? നിങ്ങൾ ആരാണ്? ഞാൻ വേലായുധന്റെ അനുജനാണ്. ഞാൻ കാരണമാണ് പഞ്ചമി, ഡോക്ടർ പറഞ്ഞു. ഓ നശിച്ചവനെ, നീ എങ്ങനെ ഈ നമ്പർ കണ്ടെത്തി? എനിക്കറിയാം. ആര് പറഞ്ഞു തന്നു? വേലായുധൻ പറഞ്ഞു. വളരെ രഹസ്യമായിരുന്നല്ലോ ഇത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാനങ്ങോട്ട് വരുന്നില്ല. നീ കാരണം എന്തൊക്കെ നാശമാണുണ്ടായിരിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളാ പെണ്ണിനെ കൊന്നതല്ലേ കുഴപ്പമായത്? മിണ്ടല്ലേ. അപ്പോഴേക്കും ആ കഴിവേറിയുടെ മകൾ SP വരുമെന്ന് കരുതിയോ? അത് കേട്ടപ്പോൾ ശരീരം വിറച്ചതാണ് ഡോക്ടർ ബാലചന്ദ്രന്. റിസീവർ തല്ലിയുടയ്ക്കാൻ തോന്നി. ലൈൻ ഡിസ്കണക്റ്റായി. അവരവിടെ ഉണ്ടോ എന്നറിയുക മാത്രമായിരുന്നു തനിക്കാവശ്യം. അത് സാധിച്ചു. ഉടനെ എക്സ്ചേഞ്ചിൽ നിന്ന് കോൾ കിട്ടി. ഗാന്ധാരി കോവിൽ തെരുവിലേക്ക് പോകുന്ന ഒരിടവഴിയുണ്ട്. അവിടെ 118 നമ്പർ വീടാണ്. ചോപ്ര എന്നൊരാളുടെ പേരിലാണ് ഫോൺ. താങ്ക് യു വെരി മച്ച്. ഡോക്ടർ ബാലചന്ദ്രൻ ഫോൺ വെച്ചു. അവർ ചോപ്രയുടെ കസ്റ്റഡിയിലാണ്. അയാൾക്ക് എവിടെയൊക്കെയാണ് വീടുകളുള്ളത്? ഡോക്ടർ അത്ഭുതപ്പെട്ടു. പക്ഷേ ഇത് വളരെ രഹസ്യമായ ഒരു താവളമാണെന്ന് തോന്നുന്നു. ആർക്കും ഇതേപ്പറ്റി അറിയില്ല. ഡോക്ടർ ആശാദേവി നോക്കി. തളർന്നുറങ്ങുകയാണ്. ഉറങ്ങട്ടെ. ഡോക്ടർ അടുത്തു ചെന്ന് ആശാദേവിയുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. അറിഞ്ഞില്ല. സാവധാനം പുറത്തു കടന്നു. അത്യാവശ്യം വേണ്ട ആയുധങ്ങൾ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു. രവീന്ദ്രനോട് പറഞ്ഞിട്ട് ജീപ്പിൽ കയറി. ആ വീടിന്റെ സ്ഥാനം ഡോക്ടർ മനസ്സിൽ കണക്കുകൂട്ടി. ഊഹം വെച്ച് ഒരിടത്ത് ജീപ്പ് നിർത്തി. നടന്നു ചെന്നു. ഗേറ്റിൽ നോക്കി. 118 നമ്പർ. അകത്തെ കെട്ടിടത്തിൽ വെളിച്ചമില്ല. വൃക്ഷങ്ങളുള്ള പുരയിടമാണ്. അവിടേക്ക് ടെലിഫോൺ വയർ പോകുന്നത് കണ്ടു. വാച്ചറിലെന്ന് കണ്ട് ഗേറ്റ് ചാടി അകത്ത് കടന്നു. വളരെ സെക്യൂരിറ്റി അവിടെ ഉണ്ടാകുമെന്ന് ഡോക്ടർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കോളിളക്കമുണ്ടാക്കിയ കേസിലെ പ്രതികൾ ഒളിച്ചു താമസിക്കുന്ന ഇടമാണിത്. ഒരു മുൻകരുതലുമില്ലാതെ വരില്ല. ഡോക്ടർ മുന്നോട്ട് നടന്നു. എവിടെയോ നിന്ന് ശബ്ദം കേട്ടു. ആരോ അടക്കിപ്പിടിച്ച് സംസാരിക്കുന്നത് പോലെ. അതോ തനിക്ക് തോന്നിയതോ? കെട്ടിടത്തിന്റെ ടെറസിൽ ഒരു നിഴൽ ഡോക്ടർ കണ്ടു. ആകാശത്തിലെ വെളിച്ചത്തിൽ അത് കാണാമായിരുന്നു. ഡോക്ടർ ബാലചന്ദ്രൻ ഒരു മരത്തിന് മറഞ്ഞു നിന്നു. അതിന്റെ ഒരു കവരത്തിൽ കയറിയിരുന്നു. താഴെക്കൂടി ഒരു ടോർച്ചിന്റെ വെളിച്ചം വന്നാലും തന്നെ കാണില്ലെന്നുറപ്പുണ്ടായിരുന്നു. അരമണിക്കൂർ അവിടെ നിരീക്ഷിക്കുന്നതിനിടയിൽ ഇനിയുള്ള പദ്ധതി തയ്യാറാക്കാമെന്ന് ഡോക്ടർ കരുതി. 15 മിനിറ്റ് കഴിഞ്ഞില്ല. ചുറ്റുപാടു നിന്നും ഇരമ്പലും വെളിച്ചവും ഉണ്ടായി. ഡോക്ടർ ശ്വാസമടക്കി നോക്കിയിരുന്നു. ഒരു പോലീസ് ജീപ്പും വാനും വരുന്നത് കണ്ടു. നിറയെ പോലീസ്. ഗേറ്റിന് മുന്നിൽ ജീപ്പ് നിന്നു. ഒരാൾ വന്ന് ഗേറ്റ് പൂട്ടിയിരിക്കുന്ന താഴ് പരിശോധിച്ചു. ഒരു വെടിശബ്ദം മുഴങ്ങി. താഴ് തെറിച്ചു വീണു. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്ന ആളുടെ മേൽ ജീപ്പിന്റെ ലൈറ്റ് വീണപ്പോൾ ഡോക്ടർ ബാലചന്ദ്രൻ അമ്പരന്ന് വായി പൊളിച്ചുപോയി. മുറിയിൽ ഉറങ്ങിക്കിടന്ന ആൾ SP ആശാദേവി. അവൾ ഉറങ്ങിയില്ലായിരുന്നോ? തന്നെയും പരീക്ഷിക്കുകയായിരുന്നോ? ജീപ്പും വാനും മതിലിനുള്ളിൽ കടന്നു. അധ്യായം 33. ഡോക്ടർ ബാലചന്ദ്രൻ ശ്വാസം കഴിക്കാൻ മറന്നു. സത്യത്തിൽ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആശ എപ്പോഴിത് സാധിച്ചു? താൻ ഫോൺ ചെയ്തതും മറ്റും അവൾ കേട്ടുവോ? ജീപ്പും വാനും മതിലിനുള്ളിൽ കടന്നു. SP ആജ്ഞ കൊടുക്കുന്നത് കണ്ടു. ആ ക്ഷണം കടന്നലുകൾ പോലെ പോലീസുകാർ വീടിനു ചുറ്റും നിരന്നു. ഡോക്ടർ കെട്ടിടത്തിന്റെ ടെറസിലേക്ക് നോക്കി. ആ മനുഷ്യ നിഴൽ അവിടെയില്ല.
അപകടം ആരംഭിക്കുകയാണ്, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. ഉറക്കം നടിച്ച് ആശാദേവി തന്റെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുകയായിരുന്നു. താൻ വെറുതെ ഇരിക്കുകയില്ലെന്നും എന്തെങ്കിലും തുമ്പുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകുമെന്നും അവൾ കരുതിയിട്ടുണ്ട്. മകൾ നഷ്ടപ്പെട്ട ദുഃഖത്തിനിടയിൽ അവളൊരു SP ആണെന്ന കാര്യം താൻ മറന്നു. താനാണ് വിഡ്ഢി. ഇനിയിപ്പോൾ താൻ പോലീസുകാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലും കുഴപ്പമാകും. താൻ ഈ വീട്ടിലേക്ക് തന്നെ വരുമെന്നും ഏറ്റുമുട്ടലിനിടയിൽ തനിക്ക് അപകടം സംഭവിക്കരുതെന്നും ഒരു കരുതൽ കൂടി ആഷയുടെ ഈ പ്രവൃത്തിയിലുണ്ടാകും. ഡോക്ടർ ബാലചന്ദ്രൻ ചിന്തിച്ചു. CI ഫിലിപ്പിനെയും SI ബഷീറിനെയും കൂട്ടത്തിൽ കണ്ടു. ആഷയുടെ വിശ്വസ്തർ തന്നെയാണ് കൂട്ടിനുള്ളത്. പോലീസിന്റെ പത്മവ്യൂഹം മറികടന്ന് തനിക്ക് ചോപ്രയുടെ വീടിനുള്ളിൽ കടക്കാൻ പറ്റുകയില്ലെന്ന് ഡോക്ടർ ബാലചന്ദ്രന് ബോധ്യമായി. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് കാണാൻ തന്നെ ഡോക്ടർ തീരുമാനിച്ചു. ഈ വീട്ടിൽ നിന്നൊരു മനുഷ്യജീവി പോലും പുറത്തു പോകരുത്, SP ആശാദേവി CI ഫിലിപ്പിനോട് നിർദ്ദേശിച്ചു. യെസ് സാർ. ആശാദേവി വീടിന്റെ മുറ്റത്ത് നിന്ന് കെട്ടിടത്തിന്റെ നേർക്ക് ടോർച്ച് തെളിച്ചു. അതിന്റെ വാതിലും ജനലുകളുമെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അകത്തേക്ക് കടക്കാൻ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്ക്, SP സർക്കിൾ ഇൻസ്പെക്ടറോട് നിർദ്ദേശിച്ചു. CI സബ് ഇൻസ്പെക്ടറെ നോക്കി. പിന്നെ ഇരുവരും കെട്ടിടത്തിന്റെ ഇരുവശത്തേക്കും പോയി. ആശാദേവി പൂമുഖത്തേക്ക് കയറി. വാതിലിന്റെ ഹാൻഡിലിൽ പിടിച്ചു തിരിച്ചു. അത് അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. ഇതേ സമയം DYSP ശേഖറും മഹേഷ് കുമാറും ഗിരീഷ് ചോപ്രയും വേലായുധനും ആ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. കെട്ടിടത്തിന് കാവലായും അവർക്ക് ഭക്ഷണമുണ്ടാക്കാനും വേണ്ടി 2 പുരുഷന്മാരും കൂടെയുണ്ടായിരുന്നു. പോലീസ് വണ്ടികൾ വരുന്നത് മഹേഷ് കുമാർ ടെറസിൽ നിന്ന് കണ്ടു. അയാൾ താഴേക്കോടിച്ചെന്ന് കൂട്ടുകാരെ വിവരമറിയിച്ചു. നാശം, എല്ലാം കുഴഞ്ഞു. എന്തുപറ്റി? വേലായുധൻ ചോദിച്ചു. കടിച്ചു പിടിച്ചിരുന്ന ബീഡി വലിച്ചുകൊണ്ട്. പോലീസ് നമ്മുടെ വീട് വളഞ്ഞു. ശേഖറും ചോപ്രയും ചാടി എഴുന്നേറ്റു. അതെ, ഒരു വണ്ടി പോലീസ്. ശേഖർ സാവധാനം ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. പോലീസ് വാൻ കിടക്കുന്നത് കണ്ടു. അതിന്റെ വെളിച്ചം മരങ്ങൾക്കിടയിലേക്ക് വീഴുന്നു. ചോപ്രയെ വിട്ടപ്പോൾ അവന്റെ നീക്കങ്ങൾ പോലീസ് ശ്രദ്ധിച്ചു കാണും. മഹേഷ് പറഞ്ഞു. ഇവനിപ്പോൾ ഇവിടേക്ക് വരണ്ടായിരുന്നു. അല്ല, എന്നെ ആരും പിന്തുടർന്നില്ല, എനിക്കുറപ്പുണ്ട്. ചോപ്ര പറഞ്ഞു. നിന്റെ ബുദ്ധിയാണോടാ പോലീസിന്? അവർ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട, ശേഖർ പറഞ്ഞു. അല്പം മുമ്പൊരു ടെലിഫോൺ കോൾ വന്നതോർക്കുന്നുണ്ടോ? അവൻ വേലായുധന്റെ അനുജനാണെന്നല്ലേ പറഞ്ഞത്? എനിക്കപ്പോഴേ സംശയമുണ്ടായിരുന്നു. എന്റെ അനുജൻ ഈ നമ്പർ കണ്ടുപിടിക്കാൻ ഒരു സാധ്യതയുമില്ല. അവൻ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ എന്നോട് സംസാരിക്കുകയില്ലായിരുന്നോ? ബീഡി തുപ്പിക്കളഞ്ഞുകൊണ്ട് വേലായുധൻ ചോദിച്ചു. അതിലെന്തോ അട്ടിമറിയുണ്ട്. പ്രതിയോഗികളാരോ ആണത് ചെയ്തത്. ഈ പ്രത്യേക രാഷ്ട്രീയ പ്രതിസന്ധിയിൽ എനിക്ക് ശത്രുക്കൾ ധാരാളമുണ്ട്. പക്ഷേ ആരാണ് ശത്രു? മഹേഷ് കുമാർ ചോദിച്ചു. എനിക്കറിയാം, DYSP ശേഖർ പറഞ്ഞു. ഡോക്ടർ ബാലചന്ദ്രൻ. ബാലചന്ദ്രനോ? അയാൾ എങ്ങനെ എന്റെ ഈ നമ്പർ അറിഞ്ഞു? ഗിരീഷ് ചോപ്ര പെട്ടെന്ന് ചോദിച്ചു. അത് ഞാൻ പറയാം, ശേഖർ പറഞ്ഞു. രാവിലെ ഡോക്ടർ ശിവപ്രസാദ് ഫോണിൽ വിളിച്ചിട്ടെന്താ പറഞ്ഞത്? ഡോക്ടർ ബാലചന്ദ്രൻ. അയാളെ ഹോസ്പിറ്റലിൽ ചെന്ന് കൊല്ലാൻ ശ്രമിച്ചെന്ന്. ആയുസിന്റെ ബലം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും അല്ലേ? ഗിരീഷും മഹേഷും തലകുലുക്കി. ഇന്നുച്ചയ്ക്ക് ഡോക്ടറുടെ വിരലുകൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അയാൾ ബാലചന്ദ്രനെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. ശിവപ്രസാദിനെ കൊല്ലാതെ വിട്ടാൽ ഗീതുവിനെ തിരിച്ചു കൊടുക്കാമെന്ന് നമ്മൾ വാക്ക് പറഞ്ഞതാ. ആ കുട്ടിയെ തിരിച്ചു കൊടുത്ത് ഒരു അനുരഞ്ജനം നടത്താൻ ഞാൻ പറഞ്ഞതാ. അവളെ കൊല്ലണമെന്ന് മഹേഷിനായിരുന്നു നിർബന്ധം. ഇപ്പോൾ ആകെ നാശമായില്ലേടാ. വേലായുധൻ മഹേഷിനോട് ദേഷ്യപ്പെട്ടു. എടോ നട്ടലില്ലാത്ത നേതാവേ, അവളെയും അവളുടെ മകളെയും ഞാൻ വെറുതെ വിടില്ല. അവള് കാരണം എന്റെ ജീവിതം തന്നെ തുലഞ്ഞു, മഹേഷ് പ്രതികാര ബുദ്ധിയോടെ പറഞ്ഞു. എടോ, ആഷ തന്റെ പെങ്ങളല്ലേ? ശേഖർ ചോദിച്ചു. എന്റെ സ്വന്തം പെങ്ങളല്ല. എനിക്കവളെ എന്റെ ശത്രുവിനെ പോലെയെ കാണാൻ പറ്റൂ, മഹേഷ് തറപ്പിച്ചു പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ഗിരീഷ് ചോപ്രയെ അവൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം അത്ര സുന്ദരമായേനെ ഇപ്പോൾ. പക്ഷേ അവൾ ആ തെണ്ടിയുടെ കൂടെ ഒളിച്ചോടി. ഇപ്പോൾ എന്റെ എതിരാളിയായി വന്നിരിക്കുന്നു. അവളെ ഞാൻ വെറുതെ വിടില്ല. താൻ പറഞ്ഞ ബാലചന്ദ്രൻ എങ്ങനെയാ ഈ നമ്പർ കണ്ടുപിടിച്ചത്? അയാൾ ഇന്നലെ രാത്രി ഡോക്ടർ ശിവപ്രസാദിന്റെ മുറിയിൽ നിന്ന് സംസാരിച്ചത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഒന്നുകിൽ ഡോക്ടർ ശിവപ്രസാദ് പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഈ നമ്പർ ഡയൽ ചെയ്തത് ഡോക്ടർ ബാലചന്ദ്രനാണ്. അല്ലെങ്കിൽ ശിവപ്രസാദ് ഡയൽ കറക്കുന്നത് അയാൾ നോക്കി ഓർത്തു വയ്ക്കുകയോ കുറിച്ചെടുക്കുകയോ ചെയ്തു. ഇതാണ് സംഭവിച്ചിരിക്കാൻ സാധ്യത. താഴെ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. അയ്യോ, അവർ വാതിൽ തകർക്കയാണ്.
വേലായുധൻ നിലവിളിക്കാൻ തുടങ്ങി. വായടയ്ക്കടോ. ശേഖർ കുപിതനായി. പോലീസ് എന്നെ പിടിച്ചാൽ, പത്രത്തിൽ പടം വന്നാൽ എന്റെ പ്രതിച്ഛായ പോകും. എപ്പോഴും എല്ലാ പത്രങ്ങളുടെയും വായ മൂടാൻ നമുക്ക് കഴിയുമോ? അടുത്ത ഇലക്ഷന് ഒരു സീറ്റ് നേടാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അവളെയൊന്ന് സ്ഥലം മാറ്റാൻ പാർട്ടി ലീഡറോട് വിളിച്ചു പറഞ്ഞതാ. ഒരനക്കവുമില്ലല്ലോ ഭഗവാനെ. നേതാവ് കരയുമെന്ന് തോന്നി. ഈ സംഭാഷണമെല്ലാം 3-4 മിനിറ്റുകൾക്കുള്ളിലാണ് നടന്നത്. ഇതിനിടയിൽ അവർ പല പ്രാവശ്യം ജനൽ വഴി പുറത്തേക്ക് നോക്കുകയും അകത്തെ സ്റ്റെയർ കേസിലേക്ക് നോക്കുകയും ചെയ്തു. ഗിരീഷ് ചോപ്ര തോക്ക് ലോഡ് ചെയ്തു. ശേഖർ റിവോൾവർ വലിച്ചുവിട്ട് കറക്കി. ആ പട്ടിച്ചീനെ നമുക്ക് കൊന്നുകളഞ്ഞാലോ? മഹേഷ് കുമാർ ചോദിച്ചു. അയ്യോ, എന്റെ ഈ വീട് പൊട്ടിക്കാനോ? ഇപ്പത്തന്നെ ഞാൻ തകർന്ന് തരിപ്പണമായിരിക്കെയാണ്, ചോപ്ര പറഞ്ഞു. പിന്നെ എന്തു ചെയ്യുമടോ? ഇപ്പോൾ ഏറ്റുമുട്ടലുണ്ടായാൽ അവളും ഡോക്ടർ ബാലചന്ദ്രനും കൂടി നമ്മളെ വെടിവെച്ച് കൊന്നുകളയും. എന്നിട്ട് ഏറ്റുമുട്ടലിനിടയിൽ മരിച്ചതാണെന്ന് റിപ്പോർട്ടുണ്ടാക്കും. പോലീസിന്റെ സ്വഭാവം അറിയുന്ന ശേഖർ പറഞ്ഞു. അതിന് നമുക്കെതിരായി അവരുടെ പക്കൽ തെളിവൊന്നുമില്ലല്ലോ. കോടതിയിൽ ചെന്നാൽ നമ്മൾ പുഷ്പം പോലെ ഊരിപ്പോരില്ലേ? ചോപ്ര ചോദിച്ചു. പഞ്ചമിയെ ഇനി ദൈവം തമ്പുരാനെ പോലും തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല, സമ്മതിച്ചു. പക്ഷേ കോടതിയിലെത്തിയാലേ നമ്മൾ രക്ഷപ്പെടൂ. ബുദ്ധിയുള്ളവളാണ് ആശാദേവി. അവൾ ഇവിടെ വെച്ച് തന്നെ നമ്മളെ കൊല്ലും. അവൾ ചെയ്തില്ലെങ്കിൽ ഡോക്ടർ ബാലചന്ദ്രൻ അത് ചെയ്യും. 3 പോലീസുകാർ സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ്. ജീപ്പ് പിടിച്ചത്. അതുകൊണ്ട് പോലീസിന് നമ്മോട് തരുമ്പം സിമ്പതി കാണില്ല. വർഗബോധമുള്ളവരാ അവന്മാര്. ശേഖർ പറഞ്ഞു. പിന്നെന്തു ചെയ്യും? മഹേഷ് ചോദിച്ചു. എടോ, വല്ല രഹസ്യമാർഗവുമുണ്ടോ രക്ഷപ്പെടാൻ? ഇതന്നെ ടിപ്പു സുൽത്താന്റെ കോട്ടയാണെന്ന് കരുതിയോ? ഭൂമിക്കിടയിൽ ഗുഹയും മറ്റുമുണ്ടാവാൻ? ചോപ്ര ദേഷ്യപ്പെട്ടു. എന്തെങ്കിലും ഉടനെ ചെയ്യണം. പോലീസ് അകത്ത് കയറിയാൽ ചത്തത് തന്നെ അടയാളം. എനിക്കാണെങ്കിൽ ഓടാൻ വയ്യ. എന്റെ എല്ലൊക്കെ അവൾ ഇടിച്ചു നുറുക്കിയിരിക്കുകയാണ്. ശരി, എല്ലാവരും തയ്യാറായിക്കോ. നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി 1-2 കൊല ചെയ്യുന്നതിലും കുഴപ്പമില്ല, ശേഖർ പറഞ്ഞു. മെയിൻ സ്വിച്ച് എവിടെയാണ്? താഴെ വിസിറ്റിംഗ് റൂമിൽ. വാ, ധൈര്യമായിട്ട് വാ. ശേഖർ പുറത്തേക്ക് നടന്നു. ഇരുട്ടിൽ നടന്ന് അവർക്ക് മുറികളെല്ലാം നല്ല നിശ്ചയമായിരുന്നു. ആശ പൂമുഖത്തെ ലൈറ്റ് തെളിച്ചു. CI ഫിലിപ്പും SI ബഷീറും അകത്ത് കടക്കാൻ പറ്റിയ വാതിലുകളൊന്നുമില്ലെന്ന് അറിയിച്ചു. നമുക്ക് ഈ വാതിൽ പൊളിക്കാം, ആശാദേവി പറഞ്ഞു. സ്വിച്ചിൽ വിരലമർത്തിയപ്പോൾ അകത്ത് നീണ്ടു നിൽക്കുന്ന മണിയടി. ആശ ബഷീറിന് നിർദ്ദേശം കൊടുത്തു. ഒറ്റ ചവിട്ട്. വാതിൽ ഒന്നിളകി. സാർ, അവരിവിടെ ഉണ്ടെന്നുറപ്പാണോ? ഫിലിപ്പ് ചോദിച്ചു. അതെ, അവർ പുറത്തു പോകാൻ സമയമായില്ല. ഗേറ്റിലെ താഴ് അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നത് കണ്ടോ? ആശാദേവി തറപ്പിച്ചു പറഞ്ഞു. വാതിലിൽ 2-3 ചവിട്ട് കൂടി. ബഷീറിന് ദേഷ്യം വന്നു. പിന്നോട്ട് 3 അടി മാറി ആഞ്ഞൊരു ചവിട്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു. ആ ക്ഷണം ലൈറ്റ് കെട്ടു. കനത്ത ഇരുട്ട് അവർക്ക് മുകളിലേക്ക് വീണു. ബഷീറെ സൂക്ഷിക്ക്, ആശ വിളിച്ചു പറഞ്ഞതും അകത്തെ ഇരുട്ടിൽ നിന്ന് വെടി പൊട്ടിയതും ഒരുമിച്ചായിരുന്നു. തൊട്ടു മുന്നിൽ നിന്നൊരു നിലവിളി. തന്റെ മുഖത്തേക്ക് തെറിച്ചു വീണത് ചോരയാണെന്ന് ആശാദേവിക്ക് മനസ്സിലായി. വീണ്ടും വെടിപൊട്ടി. വീണ്ടും വീണ്ടും. ഒപ്പം നിലവിളിയും. ഒരു കൂട്ട നിലവിളി. ഒരു കൂട്ടക്കൊല. അധ്യായം 34. ആദ്യ വെടി പൊട്ടിയപ്പോൾ തന്നെ SP ആശാദേവി തറയിൽ കമിഴ്ന്നു കിടന്നു. CI ഫിലിപ്പ് ഭിത്തിയുടെ മറവിലേക്ക് മാറി. മുന്നിൽ നിൽക്കുന്ന SI ബഷീറിനെ വെടിയേറ്റുവെന്ന് ആശാദേവിക്ക് ഉറപ്പുണ്ടായിരുന്നു. അകത്തേക്ക് വെടിവെക്കുവാനും കഴിഞ്ഞില്ല. മുന്നിൽ നിൽക്കുന്ന ബഷീറിന്റെ ദേഹത്ത് കൊള്ളുമോ എന്ന ഭീതിയായിരുന്നു. ആശാദേവി വാതിലിനരികിലേക്ക് ഉരുണ്ടു ചെന്ന് അകത്തേക്ക് നിറയൊഴിച്ചു. എന്തൊക്കെയോ തകർന്നു വീഴുന്ന ശബ്ദം. തന്റെ മുകളിൽ എന്തോ വീണപ്പോൾ ആശാദേവിയും നിലവിളിച്ചു പോയി. വെടിയേറ്റ ബഷീറാണതെന്ന് പിടച്ചിലിൽ നിന്നും ആശാദേവി മനസ്സിലാക്കി. തുടരെ തുടരെ ഇരുട്ടിൽ വെടിപൊട്ടി. അകത്തുനിന്നും നിലവിളി കേട്ടു. ഡ്രൈവർ ബുദ്ധിയുള്ളവനായിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ലൈറ്റിട്ടു. ആ വെളിച്ചം വീണപ്പോൾ മുറിക്കകത്ത് നിൽക്കുന്ന ആളുകളെ ആശ കണ്ടു. ഒറ്റ വെടി. ഒരുവന്റെ കാലിൽ നിന്നും ചോര ചീറ്റിത്തെറിക്കുന്നത് കണ്ടു. അയ്യോ! ആ നിലവിളി നേതാവിൻ്റെതായിരുന്നു. വീണ്ടും നിറയൊഴിച്ചു. അപ്പോഴാണ് അത് കാലിയായെന്ന് മനസ്സിലായത്. ഉടനെ അവർ അകത്തേക്ക് ഓടിപ്പോയി. ആശാദേവി തറയിൽ കിടന്ന് പിടയുന്ന ബഷീറിനെ നോക്കി. അയാളുടെ ദേഹം മുഴുവൻ ചോരയായിരുന്നു. കയ്യിലും നെഞ്ചിലും കാലിലുമൊക്കെ വെടിയുണ്ട തറച്ചിട്ടുണ്ടെന്ന് തോന്നി. ബഷീറെ, സാർ, സാരമില്ല. അവരെ വിടരുത്. ഗീതുമോളെ കൊന്നവരെ വിടരുത്. വേദന കൊണ്ട് ഞരങ്ങുന്നതിനിടയിൽ സബ് ഇൻസ്പെക്ടർ ബഷീർ പറഞ്ഞു. ആശാദേവി കിടന്ന കിടപ്പിൽ റിവോൾവർ ലോഡ് ചെയ്തു.
അവർ അകത്തെ വാതിലടച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. വാനിലെ വെളിച്ചം അപ്പോഴും ഉണ്ടായിരുന്നു. ആഷ ഓടിച്ചെന്ന് മെയിൻ സ്വിച്ച് ഓൺ ചെയ്തു. പുറത്തെ ലൈറ്റ് തെളിഞ്ഞു. അകത്തെ സ്വിച്ചും ഇട്ടു. ക്രിസ്റ്റൽ ഷാൻഡിലിയർ തെളിഞ്ഞു. സാർ, അകത്തെ ഗ്രില്ലിനെ മറച്ചിരിക്കുന്ന കർട്ടനിടയിലൂടെ ഒരു തോക്ക് നീണ്ടുവരുന്നത് കണ്ട് CI ഫിലിപ്പ് അലറി. ആഷ താഴേക്ക് കുനിഞ്ഞ് ഭിത്തിക്കരികിലേക്ക് ഉരുണ്ടു. ആ ക്ഷണം SP-ക്ക് നേരെ പാഞ്ഞു ചെന്ന വെടിയുണ്ട എതിർവശത്ത് ഷോക്കേസിലിരുന്ന വീനസ് പ്രതിമ തകർത്ത് കളഞ്ഞു. വീനസിന്റെ തല തറയിൽ കിടന്നുരുണ്ടു. ലക്ഷ്യം തെറ്റിയതറിഞ്ഞ് തോക്കിൻ കുഴൽ ലൈറ്റിന് നേരെ തിരിഞ്ഞു. വെടിയൊച്ചയോടൊപ്പം ഷാൻഡിലിയർ ഞെട്ടറ്റ് താഴെ വീണു. ചില്ലു കഷ്ണങ്ങൾ മുറിയാകെ ചിതറിപ്പരന്നു, തിരയടിക്കുന്നത് പോലെ. ആശാദേവി ആ തോക്കിന് നേരെ നിറയൊഴിച്ചെങ്കിലും ആ തോക്ക് മെയിൻ സ്വിച്ചിന്റെ ബോർഡിന് നേരെ തിരിഞ്ഞിരുന്നു. ആ വീട്ടിൽ പോലീസ് വൈദ്യുതി വിളക്ക് ഉപയോഗിക്കരുതെന്നായിരുന്നു അയാളുടെ കണക്കുകൂട്ടൽ. വെടിയേറ്റിട്ടും മെയിൻ സ്വിച്ചിന്റെ ബോർഡ് അനങ്ങിയില്ല. അടുത്ത വെടിക്ക് അതിന്റെ മുകളിലെ ഫ്യൂസുകൾ പൊട്ടിച്ചിതറി. വയറുകൾ കൂട്ടിമുട്ടി പൊട്ടിത്തെറിയോടെ അഗ്നിസ്ഫുല്ലിംഗങ്ങൾ ഉണ്ടായി. സ്വിച്ച് ബോർഡിന്റെ ഒരു ഭാഗം ഇളകി തൂങ്ങിക്കിടന്നാടി. ഒപ്പം തീയും. ആ ക്ഷണം പുറത്തെ ബൾബും കെട്ടു. ഇരുട്ട്. കൈ വലിച്ചെടുക്കുന്നതിന് മുമ്പ് ആശാദേവി ചാടി ആ കൈയിൽ പിടുത്തമിട്ടു. കൈത്തോക്ക് തെറിച്ചുപോയി. ഗ്രില്ലുകൾക്കിടയിൽ കുരുങ്ങിയ കൈയുടെ ഉടമ ഉച്ചത്തിൽ നിലവിളിച്ചു. അത് ശേഖറായിരുന്നു. ആ കൈ പിടിച്ചു തിരിച്ച് ഒടിക്കാനാണ് ആശാദേവി ശ്രമിച്ചത്. പെട്ടെന്ന് ഒരു ഇരുമ്പ് കമ്പി ഗ്രില്ലിലൂടെ കടന്നു വന്നു. കത്തിയാണെന്നാണ് ആദ്യം കരുതിയത്. തലയ്ക്കടി കിട്ടി. തൊപ്പി തെറിച്ചുപോയി. വീണ്ടും അടി വന്നപ്പോൾ കൈ വിട്ടുപോയി. തൽക്ഷണം ശേഖർ കൈ വലിച്ചെടുത്തു. കൂട്ടിമുട്ടി വയറുകൾ കത്തിയപ്പോഴുണ്ടായ തീവെളിച്ചത്തിൽ അകത്തുകൂടി ആരോ ഓടുന്നത് ആശാദേവി കണ്ടു. വീടിന്റെ പിൻവശത്തു നിന്ന പോലീസുകാർ വെടിയൊച്ചയും നിലവിളിയും കേട്ട് ആകെ പരിഭ്രാന്തരായി. ആർക്കാണ് വെടിയേറ്റത്, ആരാണ് വെടിവെച്ചത്, ഒരു നിശ്ചയവുമില്ല. പെട്ടെന്ന് വാതിൽ തുറന്നാരോ പറയുന്നത് അവർ കേട്ടു. രാമസ്വാമി, ഭരതൻ, ശിവൻ, SP-ക്ക് വെടിയേറ്റു, വേഗം മുൻവശത്തേക്ക് വാ. SP-ക്ക് വെടിയേറ്റോ? മരിച്ചോ? അവർ നടുങ്ങിപ്പോയി. അവർ മുന്നോട്ടോടി. മുന്നിലെത്തിയപ്പോഴാണ് രാമസ്വാമി ചോദിച്ചത്, ഭരത, ആ ശബ്ദം DYSP ശേഖർ സാറിൻ്റെതല്ലായിരുന്നോ? ഞാനത് ഇപ്പോഴാ ഓർത്തത്. രാമസ്വാമി സംശയം പറഞ്ഞു. ശരിയാ, എനിക്കും അങ്ങനെ തോന്നി, കോൺസ്റ്റബിൾ ശിവൻ പറഞ്ഞു. മുൻവശത്തെത്തിയ അവർ ഹെഡ് കോൺസ്റ്റബിളിനോട് ചോദിച്ചു, ആർക്കാ സാർ വെടിയേറ്റത്? വാനിന്റെ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ അവർ പൂമുഖത്തുകൂടി ഓടുന്ന സഹപ്രവർത്തകരെ കണ്ടു. ബഷീർ സാറിന്. SP അദ്ദേഹമോ? പറഞ്ഞ് നാക്കടക്കും മുമ്പ് ആശാദേവി അകത്തുനിന്നും വാതിൽക്കലെത്തി. നിങ്ങൾ വേഗം പുറകുവശത്തെത്തണം. ആ വഴിക്ക് രക്ഷപ്പെടാനാണവർ കരുനീക്കിയിരിക്കുന്നത്. എന്റെ ദൈവമേ! പോലീസുകാർ പിന്നിലേക്ക് കുതിച്ചു. ഈ സമയം കൊണ്ടവർ രക്ഷപ്പെട്ടു കാണുമെന്ന് കോൺസ്റ്റബിൾമാർ കരുതി. അവരുടെ സംശയം അസ്ഥാനത്തല്ലായിരുന്നു. പിന്നിലെ തുറന്നു കിടക്കുന്ന വാതിൽ അവർ കണ്ടു. നമ്മുടെ തൊപ്പി തെറിച്ചോടാ! ശിവന്റെ ശബ്ദം പതറി. ആരും മറുപടി പറഞ്ഞില്ല. പൂമുഖത്തെ ലൈറ്റ് കെടുകയും വെടിയൊച്ച കേൾക്കുകയും ചെയ്തപ്പോൾ ഡോക്ടർ ബാലചന്ദ്രൻ മരത്തിൽ നിന്നും ചാടിയിറങ്ങി. നിലവിളി ആശാദേവിയുടേതല്ല. ചിലപ്പോൾ അവർ മുന്നിൽ പ്രശ്നമുണ്ടാക്കി ശ്രദ്ധ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നിലൂടെ രക്ഷപ്പെടാനാണ് പ്ലാൻ ചെയ്തിരിക്കുകയെന്ന് ഡോക്ടർ ചിന്തിച്ചു. അദ്ദേഹം മതിലിനരികിലൂടെ വീടിന്റെ പിന്നിലേക്ക് ഓടിച്ചെന്നു. കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. ഇരുട്ടിലൂടെ 3-4 പേർ ഓടിപ്പോകുന്നത് കണ്ടു. അവിടെ മതിലിന് പൊക്കം കുറവാണെന്നും ചെറിയൊരു ഗേറ്റുണ്ടെന്നും അദ്ദേഹം കണ്ടു. 2 പേർ മതിൽ ചാടി. മൂന്നാമൻ ചാടുന്നതിന് മുമ്പേ ഡോക്ടർ തോക്ക് ചൂണ്ടി അലറി, നിൽക്കവിടെ, മുന്നോട്ട് ചാടിയാൽ വെടിവെക്കും. അയ്യോ, എന്നെ കൊന്നേ! അയാൾ വിളിച്ചു കൂവി. തനിക്ക് പരിചയമില്ലാത്ത ശബ്ദമാണതെന്ന് ഡോക്ടർക്ക് തോന്നി. അയാളുടെ കാലിൽ മുറിവുണ്ടെന്ന് മതിലിന് മുകളിൽ നിന്നയാൾ വിറയ്ക്കുന്നത് കണ്ടപ്പോൾ ഡോക്ടർ അനുമാനിച്ചു. പിന്നാലെ മറ്റൊരാൾ കൂടി ഓടി വരുന്ന ശബ്ദം കേട്ടു. ഡോക്ടർ തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പേ അയാൾ ചാടി വീണു കഴിഞ്ഞിരുന്നു. തൊട്ടാവാടിയും പൂച്ചവാലനും വളർന്നു നിൽക്കുന്ന തൊടിയിലേക്ക് ഇരുവരും വീണു. രക്ഷപ്പെട്ടോ? അയാൾ അലറി. മതിലിന് മുകളിൽ നിന്ന വേലായുധൻ മറുവശത്തേക്ക് ഊർന്നിറങ്ങി. ചാടാൻ തക്ക ശക്തി അയാളിൽ അവശേഷിച്ചിരുന്നില്ല. പുല്ലിൽ കിടന്ന് ഒരു ജീവൻ മരണ പോരാട്ടമാണ് അവർ നടത്തിയത്. ഡോക്ടറുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിവിട്ടുപോയി. മൽപ്പിടുത്തത്തിനിടയിൽ എതിരാളി വിളിച്ചു, ഡോക്ടർ! ശേഖർ! താനും തിരിച്ചറിഞ്ഞ മട്ടിൽ ഡോക്ടർ വിളിച്ചു, എന്റെ മകളെ നീ കൊന്നു. ആ ജീവന്റെ വില നൽകാതെ നിന്നെ ഞാൻ വിടില്ല. ഡോക്ടറുടെ മുഖത്തൊരടി കൊടുത്തിട്ട് വയറ്റിൽ ചവിട്ടി. മറിഞ്ഞു വീണ ശേഖർ ഡോക്ടറുടെ കാലിൽ പിടിച്ചു വലിച്ചു.
ഡോക്ടർ ഒരു മാവിന്റെ താഴ്ന്നു കിടന്ന ശിഖരത്തിൽ ചാടിപ്പിടിച്ചു. ശിഖരം അവരുടെ മുകളിലേക്ക് ഒടിഞ്ഞു വീണു. മതിലിന് പുറത്ത് ചെമ്മൺ റോഡായിരുന്നു. റോഡിലൂടെ ഓടിയ ഗിരീഷ് ചോപ്രയും മഹേഷ് കുമാറും നേതാവിന്റെ കയ്യിൽ പിടിച്ചു. അയ്യോ, എന്റെ കാല് പോയേ, ഞാനിനി എങ്ങനെ ഫണ്ട് പിരിവ് നടത്തും? എടാ ചോപ്രേ, എന്റെ വരുമാനമൊക്കെ നിൽക്കൂടാ. താൻ വായടക്കി, അല്ലെങ്കിൽ നിന്നെ ആ റബ്ബർ തോട്ടത്തിലേക്ക് ഒരേറ് കൊടുക്കും, മഹേഷ് പറഞ്ഞു. നമ്മളിങ്ങനെ എത്ര നേരം ഓടും? ശേഖരെ കാണുന്നില്ലല്ലോ, ചോപ്ര ആശങ്കാകുലനായി. നിങ്ങളിവിടെ വിളിച്ചിരിക്ക്, കുറച്ചപ്പുറത്തൊരു വർക്ക്ഷോപ്പുണ്ട്. എന്റെ കാറ് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ശരിയായി കാണും, ഞാനത് എടുത്തുകൊണ്ടുവരാം. നമ്മുടെ ഒരു സ്വന്തം പാർട്ടിയാ, എന്നാൽ വേഗം ചെല്ലടാ. എനിക്ക് ഒരടി നടക്കാൻ വയ്യ, വേലായുധൻ നിലവിളിച്ചു. മഹേഷ് ഇരുട്ടിലൂടെ ഓടിപ്പോയി. തന്റെ എതിരാളി നിസ്സാരനല്ലെന്ന് ശേഖറിന് മനസ്സിലായി. ഒന്നുകിൽ അവൻ തന്നെ കൊല്ലും, അല്ലെങ്കിൽ താൻ അവനെ കൊല്ലണം. ശേഖർ ഒരടി കൊടുത്ത് ഡോക്ടറെ തെങ്ങിൻ കുഴിയിലേക്ക് മറിച്ചിട്ടു. അപ്പോൾ കിട്ടിയ സാവകാശത്തിൽ മതിൽ ചാടിക്കടന്നു. അവിടെ കൂട്ടുകാരെ കണ്ടില്ല. എവിടേക്കാണ് ഓടേണ്ടതെന്ന് ചിന്തിച്ച് പകച്ചു നിൽക്കുമ്പോൾ ഡോക്ടർ മതിൽ ചാടുന്നത് കണ്ടു. ഓടിയെങ്കിലും ഡോക്ടർ പിന്നാലെ വന്ന് ചാടി വീണു. റോഡിൽ കിടന്നായി പിന്നെ സംഘട്ടനം. ഡോക്ടർ അയാളെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ആക്രമിച്ചത്. ശേഖർ തന്റെ മുറകളൊക്കെ പയറ്റി നോക്കിയെങ്കിലും അടുക്കാൻ കഴിഞ്ഞില്ല. ഇരുട്ടിലും കണ്ണുള്ളതുപോലെ കൃത്യമായി ഡോക്ടർ ചാടി വീഴുകയായിരുന്നു. നിരന്തരമായ പരിശീലനം കൊണ്ട് സിദ്ധിച്ച മെയ് വഴക്കവും കരുത്തും അയാൾക്കുണ്ടെന്ന് ഓരോ ഇടി കിട്ടുമ്പോഴും ഡിവൈഎസ്പി ശേഖറിന് തോന്നി. ഒരടിയേറ്റ് ശേഖർ നിന്ന് കറങ്ങിപ്പോയി. പെട്ടെന്ന് ഒരു വാഹനത്തിന്റെ അലർച്ചയും വെളിച്ചവും കണ്ടു. ആണ്ടടാ, ആ ഡോക്ടർ ശേഖറിനെ ഇടിച്ചു വീഴ്ത്തുന്നു. ആ കഴിവേറുടെ മോൻ ഡോക്ടറെ വണ്ടി കയറ്റി കൊല്ലടാ. കാലിലെ മുറിവിൽ അമർത്തിപ്പിടിച്ച് കണ്ണടച്ചുകൊണ്ട് വേലായുധൻ പറഞ്ഞു. എന്നാൽ നേതാവേ, അവനെ നമുക്കൊരു രക്തസാക്ഷിയാക്കാം, മഹേഷ് ഗിയർ ചേഞ്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു. ശക്തിയായ വെളിച്ചം കണ്ണിലേക്ക് വീണപ്പോൾ ഡോക്ടർ ബാലചന്ദ്രൻ ഒന്ന് പതറി. ഡോക്ടർ ശേഖറിനെ കാറിന് മുന്നിലേക്ക് തൊഴിച്ചു മറിച്ചിട്ടു. കാർ തിരിഞ്ഞു വന്നു. റബ്ബർ തോട്ടത്തിൽ വെളിച്ചം പാഞ്ഞു നടന്നു. ഡോക്ടർ ബാലചന്ദ്രൻ ശേഖറിനെ പിന്തുടർന്ന് കൊണ്ടിരുന്നു. കാർ അവരുടെ പിന്നാലെയും. പെട്ടെന്ന് ശേഖർ നിന്നു. ഡോക്ടറുടെ മുഖത്ത് കൈ ചുരുട്ടി വീശി. പാഞ്ഞു വന്ന കാറിന്റെ ബോണറ്റിലേക്കാണ് ഡോക്ടർ വീണത്. മുന്നിലെ ഗ്ലാസ് ചിലന്തിവല പോലെ പൊട്ടി. ഒരു അലർച്ച. ഡോക്ടർ തെറിച്ചുപോയി. തുടരും.